ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഒരു പുതിയ ഫോൺ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിന് മുൻപ് തന്നെ ആ ഫോണിനെ കുറിച്ചുള്ള ഹാർഡ്വെയർ സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. അതുമാത്രവുമല്ല, ഒരു ഫോൺ മറ്റൊരു ഫോണുമായി എങ്ങനെ കമ്പയർ ചെയ്യാം എന്നതുകൂടി ഇതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഞാൻ വീഡിയോയുടെ കൂടെ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഒരു പേജ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതിൽ സെർച്ച് ബാറിൽ നിങ്ങൾ ഏത് ഫോണാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോണിൻ്റെ നെയിം കൊടുക്കുക. ഉദാഹരണത്തിന് ഒരു ഗാലക്സി S7 എഡ്ജ് ആണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ നെയിം കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് വരും. അതിൽ നിങ്ങൾക്ക് ഈ ഫോണിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിലും ഇതിലുണ്ട്. ഇതിൽ നോക്കാം ബ്രാൻഡ്, ഫോൺ ടൈപ്പ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, വെയിറ്റ്, അതുപോലെ തന്നെ സ്ക്രീൻ സൈസ്, റെസൊല്യൂഷൻ, ഈ ഫോണിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഇതിൽ തന്നെ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഒരു ഫോൺ മറ്റൊരു ഫോണുമായി എങ്ങനെ കമ്പയർ ചെയ്യാം എന്നുള്ളതാണ്. നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ കമ്പയർ എന്നുള്ളത് നിങ്ങൾ ഏത് ഫോണാണോ മറ്റൊരു ഫോണായിട്ട് കമ്പയർ ചെയ്യുന്നത് ആദ്യം ആ ഫോണിൻ്റെ നെയിം കൊടുക്കുക. അതിലും S7 എഡ്ജ് തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ കൊടുക്കുക. രണ്ടാമത്തേൽ ഏത് ഫോണിനായിട്ടാണോ നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് ആ ഫോണിൻ്റെ നെയിം കൊടുക്കുക. നെയിം കൊടുത്താൽ ഇതുപോലെ ഒരു പേജ് നിങ്ങൾക്ക് ലഭിക്കും. അതിൽ രണ്ട് ഫോണിൻ്റെ ഡീറ്റെയിലും കാണിക്കുന്നുണ്ട്. ഗാലക്സി S7 OS വെർഷൻ 6.0, S6 OS വെർഷൻ 6.0, S7 5.1. അങ്ങനെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. ഇതുപോലെയുള്ള അറിവുകൾ നിങ്ങൾക്ക് ദിവസവും ലഭിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് അതിൽ CTS ടിപ്സ് എന്ന പേജ് ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ശേഷം മുകളിൽ റൈറ്റ് സൈഡിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് അതിൽ നോട്ടിഫിക്കേഷനിൽ ബ്ലൂ ടിക്ക് മാർക്ക് കാണുന്നത് എല്ലാം എനാബിൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക.